ലോകം മുഴുവൻ പൂട്ടിക്കിടക്കുന്ന വീടുകൾ കൂടി വരുന്നു. ചെലവ് കുറച്ച് യാത്ര ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു. ഈ രണ്ട് സാധ്യതകളെ സംയോജിപ്പിച്ച് 3 ചെറുപ്പക്കാർ 18 വർഷം മുമ്പ് വലിയൊരു പദ്ധതി തയ്യാറാക്കി. ദാരിദ്ര്യം മാറ്റാൻ, വിശപ്പടക്കാൻ, വാടക നൽകാൻ സ്വന്തം അപ്പാർട്ട്മെന്റിൽ ഊതിവീർപ്പിക്കുന്ന എയർബെഡുകൾ വാങ്ങിയിട്ട് വാടകയ്ക്ക് നൽകി അവർ എയർബിഎൻബി ആരംഭിച്ചു. തുടങ്ങിയ ശേഷം ഒരിക്കലും ലാഭമുണ്ടാക്കാതിരുന്ന ആ കമ്പനി ഒന്നല്ല രണ്ടല്ല ആദ്യത്തെ 1000 ദിവസങ്ങളിലും അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ടു. സിലിക്കൺ വാലിയിൽ ജനിക്കാതിരുന്ന, ഒരിക്കലും അമേരിക്കൻ സ്റ്റാർട്ടപ്പ് പൊങ്ങച്ചങ്ങളുടെ മുഖ്യധാരയിലെങ്ങും ഇല്ലാതിരുന്ന 3 ചെറുപ്പക്കാരുടെ ഒടുങ്ങാത്ത നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകമാണ് എയർബിഎൻബി. യൂട്യൂബും ഊബറും കഴിഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും വലിയ പേ ഔട്ട് നൽകുന്ന എംപ്ലോയറാണ് ഇന്നവർ. ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് അവർ അതിജീവനത്തിനുള്ള വരുമാന സാധ്യതകൾ നൽകുന്നു. ആ അർത്ഥത്തിൽ വലിയ മാനുഷിക മൂല്യമുള്ള കമ്പനിയുമാണ് എയർബിഎൻബി. അവരുടെ ആദ്യത്തെ 3 വർഷങ്ങൾ 2007 മുതൽ 2009 വരെയുള്ള കാലത്തെ അതിജീവനത്തിന്റെ കഥയാണ് ഈ വീഡിയോ. 2007 സാൻ ഫ്രാൻസിസ്കോ സാധ്യതകളുടെ വക്കിൽ ജീവിക്കുന്ന നഗരമാണ്. സിലിക്കൺ വാലിയുടെ തിളക്കമില്ലാത്ത, സ്റ്റാർട്ടപ്പുകളുടെ ആവേശത്തള്ളലില്ലാത്ത, വലിയ ഫിനാൻഷ്യൽ കോർപ്പറേറ്റുകളുടെ സാന്നിധ്യമില്ലാത്ത, എന്നാൽ ജീവിക്കാൻ കൊള്ളാവുന്നൊരു നഗരം. അപ്പോഴും സിലിക്കൺ വാലിയിലേക്ക് എത്തിപ്പെടാൻ കഴിയാത്ത 2ാം നിര ബിസിനസ് സ്ഥാപകരുടെയും നഗരമാണ് അന്ന് സാൻ ഫ്രാൻസിസ്കോ. ആ സ്വപ്നജീവികളിൽ 2 പേരായിരുന്നു ബ്രയാൻ ചെസ്കിയും ജോ ഗബിയയും. റോഡ് ഐലൻഡ് സ്കൂൾ ഓഫ് ഡിസൈനിൽ ഒരുമിച്ച് പഠിച്ച് 2 വഴി പിരിഞ്ഞ് പിന്നീട് സാൻ ഫ്രാൻസിസ്കോയിൽ സംഗമിച്ചവർ. 2 പേരും 2 വ്യത്യസ്ത ഇൻഡസ്ട്രിയൽ ഡിസൈനിങ് മേഖലകളിൽ ക്രിയേറ്റർമാരാണ്, കലാകാരന്മാരാണ്. എന്നാൽ ഇവർക്ക് പൊതുവായി ഒന്നുണ്ടായിരുന്നു: സാൻ ഫ്രാൻസിസ്കോയിലെ ജീവിത ചെലവുമായി ഒരിക്കലും യോജിച്ചു പോകാത്ത വരുമാനം, അതിന്റെ ഉപോൽപ്പന്നമായ ദാരിദ്ര്യം. സൗത്ത് ഓഫ് മാർക്കറ്റ് 181 ഏൾ സ്ട്രീറ്റിലെ ചെറിയ അപ്പാർട്ട്മെന്റിൽ 3ാം നിലയിലാണ് 2007 ഇരുവരുടെയും വാസം. ജോജബിയയ്ക്ക് അന്ന് ജോലിയൊന്നുമില്ല. 2005 റോഡ് ഐലൻഡ് സ്കൂൾ ഓഫ് ഡിസൈനിൽ നിന്ന് ബിരുദം നേടിയ ശേഷമാണ് ജബിയ സാൻ ഫ്രാൻസിസ്കോയിലേക്ക് താമസം മാറിയത്. ഡിസൈനും പ്രോഗ്രാമിംഗുമായി ബന്ധപ്പെട്ട വിവിധ റോളുകളിൽ പല കമ്പനികളിലായി ജബിയ ജോലി ചെയ്തു. കുറെക്കാലം ഫ്രീലാൻസറായി. 2007 എക്കോ ഫ്രണ്ട്ലി ലാപ്ടോപ്പ് ബാഗുകൾ വിൽക്കുന്ന ഒരു വെബ്സൈറ്റ് ജബിയ ആരംഭിച്ചിരുന്നു. അത് വിജയമായില്ല. സാമ്പത്തിക ബാധ്യത പെരുകി അടച്ചുപൂട്ടി. ഹിപ്പി സംസ്കാരത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അമേരിക്കയിലെ ട്രാവൽ ഗ്രൂപ്പുകൾ ആരംഭിച്ച കൗച്ച് സർഫിംഗ് പ്രൊജക്ട് എന്ന വെബ്സൈറ്റിലാണ് അവസാനം ജബിയ ജോലി ചെയ്തത്. കൗച്ച് സർഫിംഗ് പ്രൊജക്റ്റിൽ ജബിയയ്ക്ക് ശമ്പളം ഉണ്ടായിരുന്നില്ല. ബ്രയാൻ ചെസ്കി ഇൻഡസ്ട്രിയൽ ഡിസൈനിലാണ് സ്പെഷ്യലൈസ് ചെയ്തത്. 2004 റോഡ് ഐലൻഡ് സ്കൂൾ ഓഫ് ഡിസൈനിൽ നിന്ന് ബിരുദം നേടിയ ശേഷം ലോസ് ഏഞ്ചൽസിലെ 3DID എന്ന ഇൻഡസ്ട്രിയൽ ഡിസൈൻ സ്ഥാപനത്തിൽ കുറച്ചുനാൾ ജോലി ചെയ്തു. തൊഴിൽ സമ്മർദ്ദം മൂലം അത് ഉപേക്ഷിച്ചു. 2007 ജോ ജബിയയുടെ സാൻ ഫ്രാൻസിസ്കോയിലെ അപ്പാർട്ട്മെന്റ് ഷെയർ ചെയ്യാൻ ബ്രയാൻ ചെസ്കി എത്തുന്നത്. 2007 ഓഗസ്റ്റിൽ 2 പേർക്കും ജോലിയില്ല. അപ്പാർട്ട്മെന്റ് വാടക കുടിശ്ശികയാണ്. 2 മാസത്തിനുള്ളിൽ വീട് ഒഴിയേണ്ടി വരുമെന്ന് കെട്ടിട ഉടമ നോട്ടീസ് നൽകിയിരുന്നു. ഇനി എന്ത് എന്ന ചോദ്യവുമായി ബ്രയാൻ ചെസ്കി ജോ ജബിയയെ നോക്കി. ശുഭാപ്തി വിശ്വാസിയാണ് ജോ. അടയ്ക്കാത്ത ബില്ലുകളുടെ കൂമ്പാരത്തിൽ കണ്ണെറിഞ്ഞ് ലിവിംഗ് റൂമിൽ കണ്ണടച്ചിരിക്കുകയായിരുന്നു അയാൾ. ഇരുവരും പഴയ സോഫയിലിരുന്ന് നിശബ്ദമായി കണക്കുകൂട്ടി. എല്ലായ്പ്പോഴും കിട്ടാറുള്ള ഉത്തരവും കിട്ടി: അവരുടെ കയ്യിൽ വേണ്ടത്ര പണമില്ല. അടുത്തെങ്ങും അതുണ്ടാവാനുള്ള വിദൂര സാധ്യതയുമില്ല. ആ തണുത്ത രാത്രിയിൽ പ്രതിവിധികളില്ലാതെ ഇരുവരും സോഫയിൽ തന്നെ കിടന്നുറങ്ങിയെങ്കിലും പിറ്റേന്ന് പ്രഭാതത്തിൽ അസാധാരണമായ ഒരു ആശയത്തിലേക്കാണ് അവർ ഉണർന്നത്. രാവിലെ കാപ്പിയുമായി തന്റെ ലാപ്ടോപ്പിൽ മുഖം താഴ്ത്തിയിരുന്ന ജോ ജബിയയുടെ കണ്ണുകൾ സാൻ ഫ്രാൻസിസ്കോ ക്രോണിക്കിളിലെ ഒരു വാർത്തയിലുടക്കി. അന്താരാഷ്ട്ര ഡിസൈൻ കോൺഫറൻസ് 2007 ഒക്ടോബർ 26 മുതൽ 29 വരെ സാൻ ഫ്രാൻസിസ്കോയിൽ നടക്കും. ആവശ്യത്തിന് ഹോട്ടൽ മുറികളില്ലാതെ സംഘാടകർ പ്രതിസന്ധിയിൽ എന്നായിരുന്നു വാർത്ത. ജോ കസേരയിലേക്ക് ചാരിയിരുന്ന് ബ്രയാനെ വിചിത്രമായ കൗതുകത്തോടെ നോക്കി. ജീവിതം മാറ്റിമറിക്കുന്ന ആശയങ്ങൾ വരുന്നതിന് മുമ്പുണ്ടാകുന്ന ഒരുതരം കൗതുകം. ബ്രയാൻ, ജോ സാവധാനം ചോദിച്ചു, നമുക്ക് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടാലോ? ബ്രയാൻ്റേത് തമാശ നിറഞ്ഞൊരു മറുചോദ്യമായിരുന്നു. എന്ത് ചെയ്യാൻ? 3 ആഴ്ച കൊണ്ട് നമുക്കൊരു ഹോട്ടൽ പണിയാൻ കഴിയുമോ? ജോ ഗൗരവത്തിലായി. ഇല്ല, ഒരുപക്ഷെ നമുക്ക് തന്നെ ഒരു ഹോട്ടലാകാൻ കഴിഞ്ഞേക്കും. ജോ മുറിയുടെ ചുറ്റും ചൂണ്ടി. അവരുടെ അപ്പാർട്ട്മെന്റ് ഗംഭീരമല്ല, അതിന് നല്ല ഫ്ലോറിംഗ് ഇല്ല. പക്ഷേ അത് അവരുടേതാണ്. അതിൽ വൈദ്യുതിയും വെള്ളവുമുണ്ട്, സുരക്ഷയുണ്ട്, ഹീറ്റിംഗ് സിസ്റ്റമുണ്ട്. എല്ലാത്തിനുമുപരി അതിന് അപാരമായ സാധ്യതകളുമുണ്ട്. ജോയും ബ്രയാനും അത് ആലോചിച്ചു. അവർക്ക് അവരുടെ വീട് വാടകയ്ക്ക് ലഭ്യമാക്കാൻ കഴിഞ്ഞാലോ? ദീർഘകാലത്തേക്കുള്ള റൂംമേറ്റ്സ് എന്ന നിലയിലല്ല, കുറച്ച് ദിവസത്തേക്ക് ആതിഥേയർ എന്ന നിലയിൽ. 2007 അതൊരു ഭ്രാന്തനാശയമാണ്, അസംബന്ധവും അസാധ്യവുമാണ്. എന്നാൽ ലോകം ഭരിച്ച എല്ലാ സ്റ്റാർട്ടപ്പുകളും തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ആദ്യ ആലോചനയിൽ തന്നെ ഇരുവരും അത് ഉറപ്പിച്ചു. അവർക്ക് പണം ആവശ്യമാണ്. അപ്പാർട്ട്മെന്റിന്റെ വാടക നൽകണം. ഒരു ജോലി കിട്ടും വരെ പിടിച്ചു നിൽക്കണം. അന്ന് പകൽ മുഴുവൻ ആവശ്യത്തിന് ബിയർ സംഘടിപ്പിച്ച് അവരുടെ ആശയത്തിനുള്ള ഒരുക്കമായിരുന്നു.
ജോ അപ്പാർട്ട്മെന്റിലെ സ്റ്റോറേജ് മുഴുവൻ പരതി ഊതി വീർപ്പിക്കാവുന്ന 3 എയർബെഡുകൾ പുറത്തെടുത്തു. നമുക്ക് ആവശ്യത്തിന് എയർബെഡ്സ് കിട്ടി, ജോ ആവേശത്തോടെ വിളിച്ചു പറഞ്ഞു. അന്താരാഷ്ട്ര ഡിസൈൻ കോൺഫറൻസിനെത്തുന്ന ഡിസൈനർമാർക്ക് കിടക്കാൻ ഒരിടം നൽകാം, അവർക്ക് പ്രഭാത ഭക്ഷണം നൽകാം, അതൊരു അനുഭവമാക്കി മാറ്റാം. എയർബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ്, ജോ മുറിയിലെ ബ്ലാക്ക് ബോർഡിൽ എഴുതി. അതൊരു തമാശയായിരുന്നില്ല, തുടക്കമായിരുന്നു. 2007 ഓഗസ്റ്റ് 13 ഒറ്റ രാത്രി കൊണ്ട് ലളിതമായ ഒരു വെബ്സൈറ്റ് അവർ ആരംഭിച്ചു, airbedandbreakfast.com. വലിയ സ്വപ്നങ്ങളും ചെറിയ പ്രവർത്തനക്ഷമതയുമുള്ള ഒരു ഒറ്റപ്പേജ് വെബ്സൈറ്റ്. 2007 സാൻ ഫ്രാൻസിസ്കോയിൽ ആകെയുള്ളത് 32,000 ഹോട്ടൽ മുറികളാണ്. ഡിസൈൻ കോൺഫറൻസ് നടക്കുന്ന ദിവസങ്ങളിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് 3,300 മുറികളും. അതെല്ലാം ബുക്ക് ചെയ്തു കഴിഞ്ഞു. ഇനി സാൻ ഫ്രാൻസിസ്കോയിൽ താമസിക്കാൻ സ്ഥലമില്ല. തങ്ങളുടെ അപ്പാർട്ട്മെന്റിൽ 3 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ തയ്യാറാണെന്ന സന്ദേശം വെബ്സൈറ്റിൽ നൽകി. ഡിസൈൻ സ്കൂളിലെ അവരുടെ മുൻ സഹപാഠി എമിലി വില്യംസ്, അപരിചിതർക്കൊപ്പമല്ല, ലീഗൽ ഐഡന്റിറ്റിയുള്ള ആതിഥേയർക്കൊപ്പമാണ് അവർ താമസിക്കുന്നതെന്ന് അതിഥികൾക്ക് ഉറപ്പ് നൽകുന്ന ഒരു ഭാഗം ചേർക്കാൻ അവർക്ക് ഇമെയിൽ അയച്ചു. കൂടുതൽ ഔപചാരികവും പ്രൊഫഷണലും സുതാര്യവുമായ വിവരങ്ങൾ നൽകാൻ അവരെ സഹായിച്ചു. മറ്റൊരു ഡിസൈനർ സുഹൃത്ത് മാർക്ക് ലൈൻഹാൻ കൂടുതൽ വിശ്വാസ്യത നൽകാൻ വെബ്സൈറ്റിൽ അവരുടെ ഫോട്ടോകൾ കാണിക്കാൻ അവരെ പ്രോത്സാഹിപ്പിച്ചു. പിക്സാറിൽ ജൂനിയർ ഡിസൈനറായി ജോലി ചെയ്തിരുന്ന ഹാരിസൺ പ്രൈസ് എന്ന സുഹൃത്തിൽ നിന്ന് കടം വാങ്ങിയ ഒരു നിക്കോൺ D40 DSLR ക്യാമറ കൊണ്ട് ജോയാണ് അപ്പാർട്ട്മെന്റിന്റെ ചിത്രങ്ങൾ എടുത്തത്. ലൈറ്റിങ്ങിനെ കുറിച്ചും ഫ്രെയിമിങ്ങിനെ കുറിച്ചുമുള്ള ഒരു ക്രാഷ് കോഴ്സ് ഹാരിസൺ അവർക്ക് നൽകിയിരുന്നു. ആ രാത്രിയിലെ ഫോട്ടോകളാണ് ഒരു Airbnb ലിസ്റ്റിംഗിനായി ഉപയോഗിച്ച ആദ്യ ചിത്രങ്ങൾ. പിന്നീടാണ് വാടക എത്രയാണെന്ന് നിശ്ചയിച്ചത്. കോൺഫറൻസ് സമയത്ത് സാൻ ഫ്രാൻസിസ്കോയിലെ ഹോട്ടലുകൾ $300 കൂടുതലാണ് ഈടാക്കിയിരുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഉൾപ്പെടെ ഒരു രാത്രിക്ക് $80 ജോയും ബ്രയാനും തങ്ങളുടെ എയർബെഡുകൾക്ക് വില നിശ്ചയിച്ചത്. ഇത് കുറഞ്ഞ വിലയായിരുന്നില്ല, അതിര് കടന്നതുമായിരുന്നില്ല. 2007 ഒക്ടോബർ 22 രാത്രി 11:48 Airbnb പിറന്നു. തങ്ങളുടെ താൽക്കാലിക കിടപ്പുമുറിയാക്കി മാറ്റിയ ലിവിംഗ് റൂമിലിരുന്ന് അവർ വെബ്സൈറ്റ് ലൈവാക്കി. പിന്നെ കാത്തിരുന്നു. 2 പേർക്കും പ്രതീക്ഷയുണ്ടായിരുന്നില്ല. സെർച്ച് എഞ്ചിനിൽ ആരും അവരുടെ വെബ്സൈറ്റ് കണ്ടെത്താൻ പോകുന്നില്ല. ഇനി കണ്ടാൽ തന്നെ അപരിചിതരായ 2 പേരുടെ അപ്പാർട്ട്മെന്റിൽ കിടന്നുറങ്ങാൻ ആരെങ്കിലും പണം നൽകുമോ? ഇരുവരെയും ഞെട്ടിച്ച് 5 ദിവസത്തിനുള്ളിൽ 3 ബെഡുകളും ബുക്ക് ചെയ്യപ്പെട്ടു. 3 അപരിചിതർ, 2 സ്വപ്നജീവികളെ വിശ്വസിക്കാൻ തയ്യാറായ 3 സാഹസികർ. ആദ്യത്തെ അതിഥികൾ സ്യൂട്ട് കേസുകളും നിറഞ്ഞ ചിരിയുമായി എത്തി. ബോസ്റ്റണിൽ നിന്നും വന്ന 30 വയസ്സുകാരി വിൻറ്റ്, സോൾട്ട് ലേക്ക് സിറ്റിയിൽ നിന്നെത്തിയ മൈക്കിൾ, തന്റെ ആദ്യത്തെ US സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മുംബൈയിൽ നിന്നുള്ള ഡിസൈനർ അമോൽ, അവരായിരുന്നു ആദ്യത്തെ 3 അതിഥികൾ. അവർ സുഹൃത്തുക്കളായി ഒരുമിച്ച് പ്രഭാത ഭക്ഷണം കഴിച്ചു. ജോജബിയെയാണ് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയത്, ഓട്സ് മീലും കാപ്പിയും. അവർ ഡിസൈൻ ട്രെൻഡുകൾ, ആർട്ട്, ട്രാവൽ, സ്വപ്നങ്ങൾ എന്നിവയെക്കുറിച്ച് സംസാരിച്ചു. അപ്പാർട്ട്മെന്റ് ചിരിയുടെ ഊർജം കൊണ്ട് നിറഞ്ഞു. അതിഥികൾ പോയിക്കഴിഞ്ഞാണ് ബ്രയാനും ജോയും പുതിയ ആശയത്തിലേക്ക് വീണ്ടും പ്രവേശിക്കുന്നത്. ഇത് അവസാനിക്കാത്തൊരു പ്രോസസ്സാണെന്നും അതിഥികൾ ഇനിയുമേറെ വരാനുണ്ടെന്നും ഇരുവരും സമ്മതിച്ചു. നമ്മളിത് ഒരു യഥാർത്ഥ ബിസിനസ്സാക്കി മാറ്റണം, അതിന് നമ്മുടെ സംഘത്തിൽ ഇനിയും ആള് വേണം, ജോ പറഞ്ഞു. 2008 ജനുവരി 1 അവർ ജോയുടെ മുൻ റൂംമേറ്റായിരുന്ന നേഥൻ ബ്ലച്ചാർസിക്കിനെ സമീപിച്ചു. MIT ബിരുദധാരിയും കോഡിംഗ് പ്രതിഭയുമാണ് നേഥൻ. ശാന്തനും വിശകലന ശേഷിയുള്ളവനും മൗനിയും. ഏറെ ചോദ്യങ്ങൾ ഉന്നയിച്ചെങ്കിലും നേഥൻ ബ്ലച്ചാർസിക് എയർബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റിന്റെ 3ാമത്തെ സഹസ്ഥാപകനായി. പുതിയ സ്ഥാപനത്തിൽ അവരുടെ റോളുകൾ സ്വാഭാവികമായി വന്നു ചേർന്നതാണ്. ബ്രയാൻ നല്ലൊരു വിഷണറിയാണ്, ജോ നല്ലൊരു സ്റ്റോറി ടെല്ലറും ഡിസൈനറുമാണ്, നേഥൻ എഞ്ചിനീയറും ബിൽഡറുമാണ്. ഒരുമിച്ച് അവർ അസാധ്യമായ ഒന്ന് പരീക്ഷിക്കാൻ ശ്രമിച്ചു. 2008 മാർച്ചിൽ അവർ ഔദ്യോഗികമായി airbnb.com എന്ന പേരിൽ വെബ്സൈറ്റ് റീലോഞ്ച് ചെയ്തു. അവർ പുതിയ പ്രോപ്പർട്ടികൾ ലിസ്റ്റ് ചെയ്യുന്നതിനായും അതിഥികൾ എത്തുന്നതിനും കാത്തിരുന്നു. ഒന്നും സംഭവിച്ചില്ല. ദിവസങ്ങളും ആഴ്ചകളും കടന്നുപോയി. വെബ്സൈറ്റ് ട്രാഫിക് ഏകദേശം 0 നിക്ഷേപകർക്ക് ആശയം മനസ്സിലായില്ല. ചിലർ ചിരിച്ചു, ചിലർ കേട്ടപാടെ ആശയം തള്ളിക്കളഞ്ഞു. അവർ 3 സംഘത്തോട് ചോദിച്ചു, ആരാണ് ഒരു അപരിചിതന്റെ വീട്ടിൽ താമസിക്കാൻ ആഗ്രഹിക്കുക? അത് വിചിത്രമായ ആശയമാണ്. 2008 വേനൽക്കാലത്തോടെ അപ്പാർട്ട്മെന്റിന്റെ വാടക വീണ്ടും പ്രശ്നമായി. ക്രെഡിറ്റ് കാർഡ് കടം വർദ്ധിച്ചു. കയ്യിലുണ്ടായിരുന്നതെല്ലാം ഉപയോഗിച്ചു. അപ്പോഴും 3 പേരും വെബ്സൈറ്റ് മെച്ചപ്പെടുത്തിക്കൊണ്ടിരുന്നു. യൂസർ ഇന്റർഫേസ് പുനർരൂപകൽപ്പന ചെയ്തു. പൂട്ടിക്കിടക്കുന്ന വീടുകളുടെ ഉടമകൾക്ക് ഇമെയിൽ അയച്ചു. പുരോഗതി വളരെ മന്ദഗതിയിലായിരുന്നു. എന്നാലും പൂർണ്ണമായും നിരാശയിലേക്ക് വീഴും മുമ്പ് അവർക്കൊരു സന്തോഷ വാർത്തയെത്തി. 80,000-ലധികം പേർ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നാഷണൽ കൺവെൻഷൻ 2008 ആഗസ്റ്റിൽ ഡെൻവറിലാണ് നടക്കുക. അവിടെ ചിലത് ചെയ്യാനുണ്ട്. അന്വേഷിച്ചപ്പോൾ ഡെൻവറിലും താമസത്തിന് പ്രശ്നങ്ങളുണ്ടെന്നാണ് വിവരം കിട്ടിയത്. പാർട്ടി പ്രവർത്തകർ ഹോട്ടൽ മുറികളെല്ലാം ഒരുമിച്ച് ബുക്ക് ചെയ്തിരിക്കുന്നു. സംഘാടകർക്ക് ഒന്നും ചെയ്യാനാവുന്നില്ല. മറ്റൊരു നഗരം, മറ്റൊരു സമ്മേളനം, മറ്റൊരു അവസരം, അല്ലെങ്കിൽ എല്ലാം അടച്ചുപൂട്ടുന്നതിന് മുമ്പുള്ള അവരുടെ അവസാന ശ്രമം.
ജോയും ബ്രയാനും നേഥനും നിറയെ പ്രതീക്ഷകളും ലാപ്ടോപ്പുകളുമായി ഡെൻവറിലേക്ക് പറന്നു. സമാനതകളില്ലാത്ത മാർക്കറ്റിംഗ് ആണ് മൂവരും ഡെൻവറിൽ നടത്തിയത്. അവർ പ്രാദേശിക പത്രപ്രവർത്തകരുമായി സംസാരിച്ചു. തങ്ങളുടെ അപ്പാർട്ട്മെന്റുകളിൽ അധികമുള്ള മുറികൾ എയർബിഎൻബിയിൽ ലിസ്റ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ വാർത്തകൾ നൽകാൻ ക്യാമ്പയിനിംഗ് നടത്തി. ഉറക്കമില്ലാത്ത ആ പ്രവർത്തനം വിജയിച്ചു. ആദ്യഘട്ടം 800 ആതിഥേയർ അവരുടെ വീടുകൾ എയർബിഎൻബിയിൽ ലിസ്റ്റ് ചെയ്തു. പിന്നാലെ അതിഥികളെത്തി. സൈറ്റിന് ജീവൻ വെച്ചതായി തോന്നി. ആദ്യമായി എയർബിഎൻബി വെറുമൊരാശയമല്ല, അതൊരു പരിഹാരമാണെന്ന് സ്ഥാപകർ കണ്ടു. ഡെൻവറിലെ ഡെമോക്രാറ്റിക് കൺവെൻഷൻ അല്പം ട്രാഫിക് കൊണ്ടുവന്നെങ്കിലും അതിനുശേഷം വെബ്സൈറ്റ് വീണ്ടും നിർജ്ജീവമായി. മൂവരുടെയും സ്ഥിതി അതിദയനീയമായി തുടർന്നു. എയർബിഎൻബി തകരാൻ 1 മാസം മാത്രം ബാക്കിയെന്ന നില. 2008 സാമ്പത്തിക മാന്ദ്യം അപ്പോഴേക്കും അമേരിക്കയാകെ ആഞ്ഞടിച്ചിരുന്നു. ഓഹരി വിപണികൾ തകർന്നടിഞ്ഞു. മോർഗേജ് വിപണി പൂർണ്ണമായും ഇല്ലാതായി. ഇതിനിടയിലും എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാനുള്ള അവസാന ശ്രമം എയർബിഎൻബി അവിടെയാണ് തുടങ്ങിയത്. 2008 തിരഞ്ഞെടുപ്പ് വർഷമാണ്. അമേരിക്കയിലെ സാമ്പത്തിക മാന്ദ്യത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ വീറും വാശിയും കൂടുതലാണ്. ആദ്യമായി ഒരു കറുത്ത വർഗ്ഗക്കാരൻ പ്രസിഡന്റായേക്കാം എന്ന സർവേ റിപ്പോർട്ടുകൾ അന്തരീക്ഷത്തിലുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രചാരണം പണമാക്കി മാറ്റാൻ എയർബിഎൻബിയുടെ സ്ഥാപകർ സൃഷ്ടിച്ചത് സെറിയൽ ബോക്സുകളാണ്. അമേരിക്കൻ ബ്രേക്ക്ഫാസ്റ്റിൽ ഒഴിവാക്കാനാകാത്ത ഒന്നാണ് സെറിയൽ. എയർബിഎൻബി 2 സ്ഥാനാർത്ഥികളുടെയും പേരിൽ ഓരോ ലിമിറ്റഡ് എഡിഷൻ സെറിയൽ ബോക്സുകൾ സൃഷ്ടിച്ചു. ഒബാമ, ഓസ്, ക്യാപ്റ്റൻ മക്കെയിൻസ് എന്നിവ. ജോയും ബ്രയാനും കൈകൾ കൊണ്ട് ബോക്സുകൾ ഡിസൈൻ ചെയ്ത് ഫോൾഡ് ചെയ്തു. ഓരോ ബോക്സിലും വില കുറഞ്ഞ ധാന്യങ്ങൾ നിറച്ചു. അവ ഇലക്ഷൻ സ്പെഷ്യൽ കളക്ടേഴ്സ് ഐറ്റം എന്ന പേരിൽ ഒരു ബോക്സിന് $40 വിറ്റു. ഈ അസംബന്ധ ആശയം അവർക്ക് $30,000 നേടിക്കൊടുത്തത്. തങ്ങളുടെ ബിസിനസ്സുമായി ഒരു ബന്ധവുമില്ലാത്ത സെറിയൽ ബോക്സുകൾ മൂവരും നേരിട്ട് തെരുവിൽ വിൽക്കുകയായിരുന്നു. ഡിമാൻഡ് കണ്ട് പ്രാദേശിക ഗ്രോസറി സ്റ്റോറുകളും ഇവ വാങ്ങി വിറ്റു. ഇതൊക്കെയാണ് അതിജീവനം. 2008 ഓഗസ്റ്റിലെ ഡെമോക്രാറ്റിക് നാഷണൽ കൺവെൻഷന് ശേഷം നിക്ഷേപകരെ വിശ്വസിപ്പിക്കുന്നതിനേക്കാൾ മൂല്യമുള്ളത് ഉപയോക്താക്കളുടെ റിവ്യൂവിനാണെന്ന് സ്ഥാപകർ മനസ്സിലാക്കി. ബ്രയാൻ എയർബിഎൻബിയുടെ ആദ്യകാല ഉപയോക്താക്കളെ ഓരോരുത്തരെയായി നേരിട്ട് ഇമെയിലിൽ ബന്ധപ്പെട്ടു. അവിടെ മിക്കവർക്കും പൊതുവായ ചില പരാതികളുണ്ടെന്ന് മനസ്സിലാക്കി. സ്ഥാപകർ സ്വപ്നം കാണുന്ന തരത്തിലുള്ള ഫീഡ്ബാക്ക് അല്ലായിരുന്നു അത്. പക്ഷേ അവർക്ക് ആവശ്യമുണ്ടായിരുന്നതും ഇതായിരുന്നു. വിശ്വാസ്യതയാണ് എല്ലാത്തിലും വലുത്. അതാണ് തങ്ങളുടെ വഴിയിലെ യഥാർത്ഥ തടസ്സവും. 2008 മധ്യത്തിൽ വളർച്ച വളരെ മന്ദഗതിയിലാണ്. ചില ദിവസങ്ങളിൽ വെബ്സൈറ്റിൽ 20-ൽ താഴെ സന്ദർശകരെ ഉണ്ടായിരുന്നുള്ളൂ. പലരും കയറിയ ഉടൻ തന്നെ വെബ്സൈറ്റ് വിട്ടുപോയിരുന്നു. 2008 ഏപ്രിൽ സെപ്റ്റംബർ മാസങ്ങൾക്കിടയിൽ അവർ വെബ്സൈറ്റ് ഹോം പേജിലെ ക്യാച്ച് വേർഡുകൾ 30 തവണ തിരുത്തി എഴുതി. നിങ്ങളുടെ യാത്രകളിൽ പ്രദേശവാസികളോടൊത്ത് താമസിക്കുക, ലോകമെമ്പാടുമുള്ള നേറ്റീവ് സ്ഥലങ്ങൾ ബുക്ക് ചെയ്യുക, കോൺഫറൻസുകൾക്കായി താങ്ങാനാവുന്ന വാടകയ്ക്ക് മുറികൾ കണ്ടെത്തുക, അങ്ങനെ നിരവധി ക്യാച്ച് വേർഡുകൾ. ഒന്നും സ്ഥിരമായി ഫലം കണ്ടില്ല. അവർ മാർക്കറ്റിങ്ങിനെ കുറിച്ചായിരുന്നില്ല വാദിച്ചത്. അവർ മല്ലിട്ടത് ഐഡന്റിറ്റിയുമായിട്ടായിരുന്നു. എയർബിഎൻബി എന്താണ്? ഇത് ആർക്കു വേണ്ടിയാണ്? ഇത് ഒരു അപരിചിതനെ എങ്ങനെ ഒരു അതിഥിയാക്കി മാറ്റുന്നു? ആ വൈകാരിക പോരാട്ടം ഓരോ വരിയുടെയും പിന്നിൽ ഒളിഞ്ഞിരുന്നു. പരിശ്രമങ്ങളൊന്നും അതിഥികളെയും ആതിഥേയരെയും കൊണ്ടുവന്നില്ല. 2008 മനുഷ്യർ ഓൺലൈനിൽ പുസ്തകങ്ങൾ വാങ്ങി, ഇലക്ട്രോണിക്സ് വാങ്ങി, ക്ലാസിഫൈഡ് പരസ്യങ്ങൾ പോലും ഉപയോഗിച്ചു. എന്നാൽ ഒരു അപരിചിതന്റെ വീട്ടിൽ ഉറങ്ങുന്നത് അവർക്ക് ചിന്തിക്കാനാവുമായിരുന്നില്ല. ജോയും ബ്രയാനും നേഥനും എയർബിഎൻബിയിൽ ആകെ രജിസ്റ്റർ ചെയ്തിരുന്ന 1000-ൽ താഴെ ലിസ്റ്റിംഗുകളിൽ ഓരോന്നും പരിശോധിച്ചു. ലിസ്റ്റിംഗുകൾ വളരെ മോശമാണ്. ഹോസ്റ്റുകൾ 2000-ന്റെ തുടക്കത്തിലുള്ള ഫ്ലിപ്പ് ഫോണുകളിലും ചെറിയ ഡിജിറ്റൽ ക്യാമറകളിലും എടുത്ത ഇരുണ്ടതും മങ്ങിയതും മോശമായി ഫ്രെയിം ചെയ്തതുമായ ഫോട്ടോകളാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ചില ലിസ്റ്റിംഗ് ഫോട്ടോകളിൽ പകുതി വിരിച്ചൊരു കിടക്ക, തറയിൽ കിടക്കുന്ന വസ്ത്രങ്ങൾ, വെളിച്ചം കുറഞ്ഞൊരു മുറി, ഒരു ഹോണ്ടഡ് ഹൗസിന്റെ രൂപഭാവങ്ങളുള്ള വെളിച്ചമില്ലാത്ത വീട് എന്നിവയെല്ലാം ഉണ്ടായിരുന്നു. നല്ല സന്ദേശങ്ങൾ നൽകിയാലും മോശം ഫോട്ടോഗ്രാഫി തങ്ങളെ കുഴപ്പത്തിലാക്കുമെന്ന് സ്ഥാപകർ തിരിച്ചറിഞ്ഞു. 2008 ആഗസ്റ്റിൽ ബ്രയാനും ജോയും ധീരമായൊരു തീരുമാനമെടുത്തു. അവർ ഹോസ്റ്റിന്റെ വീടുകളുടെ ഫോട്ടോകൾ നേരിട്ടെടുക്കും. അങ്ങനെ വാടകയ്ക്കെടുത്തൊരു ക്യാമറയും വില കുറഞ്ഞ ട്രൈപോഡുമായി സ്ഥാപകർ സാൻ ഫ്രാൻസിസ്കോയിൽ ചുറ്റി നടന്നു. ദിവസത്തിൽ കിലോമീറ്ററുകളോളം നടന്ന് ഹോസ്റ്റുകളുടെ അപ്പാർട്ട്മെന്റുകൾ സന്ദർശിക്കുകയും പ്രൊഫഷണൽ നിലവാരമുള്ള ഫോട്ടോകൾ എടുക്കുകയും ചെയ്തു. അതിന് ഫലമുണ്ടായി. 2 ആഴ്ചയ്ക്കുള്ളിൽ പ്രൊഫഷണൽ ഫോട്ടോകൾ അപ്ലോഡ് ചെയ്ത ലിസ്റ്റിംഗുകൾക്ക് 3 മടങ്ങ് വരെ ട്രാഫിക് കൂടുതൽ കിട്ടി. ബുക്കിംഗ് നിരക്കുകൾ വർദ്ധിച്ചു. മികച്ച റിവ്യൂകൾ കിട്ടി. ഡിസൈന് വിശ്വാസ്യതയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്ന് എയർബിഎൻബി തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അത്. ബ്രയാൻ പിന്നീട് ഒരു ബിസിനസ് റിപ്പോർട്ടറോട് പറഞ്ഞിട്ടുണ്ട്, ഒരു റിസർച്ച് ടീം ഉണ്ടാകുന്നതിന് മുമ്പുള്ള ഞങ്ങളുടെ വളർച്ചാ എഞ്ചിനായിരുന്നു നല്ല ഫോട്ടോഗ്രാഫി. 2008 ഒക്ടോബർ ആയപ്പോഴേക്കും സ്ഥാപകർ ഇയാൻ മക്ഹെൻറി എന്ന ഒരു പാർട്ട് ടൈം ഫോട്ടോഗ്രാഫറെ ഹോസ്റ്റിന്റെ വീടുകളുടെ ചിത്രങ്ങൾ എടുക്കാൻ കരാർ വ്യവസ്ഥയിൽ നിയമിച്ചു. ന്യൂയോർക്കിലെ ഹോസ്റ്റുകൾക്ക് സൗജന്യ ഫോട്ടോഗ്രാഫി സെഷനുകൾ വാഗ്ദാനം ചെയ്തു. അമേച്ചർ ഫോട്ടോഗ്രാഫർമാരുടെ ഒരു ശൃംഖല നിർമ്മിക്കാൻ തുടങ്ങി. ഇത് പിന്നീട് എയർബിഎൻബിയുടെ പ്രോ ഫോട്ടോഗ്രാഫി പ്രോഗ്രാമിന്റെ ആദ്യ രൂപമായി മാറി. ഇത് കമ്പനിയെ നഗരങ്ങളിലുടനീളം വളർത്താൻ സഹായിച്ചു.
എന്തായാലും നല്ല ഫോട്ടോകൾക്കായുള്ള യാത്രയിൽ ജോയും ബ്രയാനും നേഥനും തങ്ങളുടെ ഹോസ്റ്റുമാരുടെ അനുഭവങ്ങളും അവരുടെ പരിസരങ്ങളും നേരിട്ടറിഞ്ഞു. ഒറ്റയ്ക്ക് താമസിക്കുന്ന അമ്മമാരുടെ വീടുകൾ, ട്യൂഷൻ ഫീസ് നൽകാൻ അധിക മുറികൾ വാടകയ്ക്ക് നൽകുന്ന വിദ്യാർത്ഥികൾ, അധിക വരുമാനത്തിനായി ഒഴിവുള്ള കിടപ്പുമുറികൾ വാഗ്ദാനം ചെയ്യുന്ന സീനിയർ പൗരന്മാർ, അങ്ങനെ നിരവധി പേർ. ഈ ഇടപെടലുകൾ പിന്നീട് പ്ലാറ്റ്ഫോമിന് ഒരു മാനുഷിക മുഖം നൽകുകയും എയർബിഎൻബിയുടെ കാഴ്ചപ്പാടുകളെ രൂപപ്പെടുത്തുകയും ചെയ്തു. 2008 എയർബിഎൻബി മിക്കവാറും പ്രവർത്തിച്ചത് ബാങ്കിൽ $1000 താഴെ പണവുമായിട്ടാണ്. സ്ഥാപകർ കൂടുതലും ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ചാണ് അതിജീവിച്ചത്. ശമ്പളമുള്ള ജീവനക്കാരില്ലായിരുന്നു. വെബ്സൈറ്റ് പ്രവർത്തിപ്പിക്കാൻ കഷ്ടിച്ച് മതിയായ ഫണ്ടുകൾ മാത്രം. നിക്ഷേപകരെ തുടർച്ചയായി കണ്ടുകൊണ്ടിരുന്നു. അവരെല്ലാം ഒറ്റ സ്വരത്തിൽ പറഞ്ഞു, നിങ്ങൾക്ക് ഡിമാൻഡില്ല, ഉള്ളത് കേട്ടറിവുകൾ മാത്രമാണ്. അതവരെ വേദനിപ്പിച്ചു. എന്നിട്ടും അവർ നിർമ്മാണം തുടർന്നു. 2008 ഡിസംബർ ആയപ്പോഴേക്കും സ്ഥാപകർ കുറഞ്ഞത് 15 ആദ്യകാല നിക്ഷേപകരോടെങ്കിലും തങ്ങളുടെ ആശയം അവതരിപ്പിച്ചിരുന്നു. റോൺ കോൺവേ, ബേസ്ലൈൻ വെഞ്ചേഴ്സ് പോലുള്ള VC ഫണ്ടുകൾ എല്ലാം ഇതിൽപ്പെടും. ഏതാണ്ട് എല്ലാവരും അവരെ നിരസിച്ചു. ബൂട്ട് സ്ട്രാപ്പിംഗ് ഒരു തന്ത്രമായിരുന്നില്ല, അത് അവരുടെ ഒരേ ഒരു ഓപ്ഷനായിരുന്നു. 2008 തുടക്കത്തിൽ 3 പേർക്കും കൂടി ലിക്വിഡ് ക്യാഷായി $2000 താഴെ മാത്രമാണ് ഉണ്ടായിരുന്നത്. ബ്രയാൻ $500 ലിമിറ്റുള്ള മാസ്റ്റർ കാർഡ് പൂർണ്ണമായും ഉപയോഗിച്ചു. ജോ 22% പലിശ നിരക്കുള്ള ഒരു വിസ കാർഡ് ഉപയോഗിച്ച് കമ്പനിയിലെ ചിലവുകൾ നടത്തി. സ്ഥിരമായ ഫ്രീലാൻസ് വരുമാനമുള്ള ഏക വ്യക്തി നഥാൻ മാത്രമായിരുന്നു. അത് അദ്ദേഹം സെർവർ ചെലവുകളിലേക്ക് കൈമാറി. ഇതൊരു മനോഹരമായ സംരംഭകത്വമായിരുന്നില്ല, അതിജീവന ബഡ്ജറ്റിംഗ് ആയിരുന്നു. വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്തത് അവരുടെ സ്വന്തം പോക്കറ്റിൽ നിന്നാണ്. മാസം $20 എന്ന നിരക്കിൽ പോലും ഹോസ്റ്റിംഗ് ചെലവുകൾ ഭാരമുള്ളതായി തോന്നി. ഡൊമൈൻ രജിസ്ട്രേഷൻ ഫീസുകൾ അവരുടെ ഏറ്റവും മോശമായ സമയങ്ങളിലാണ് നൽകേണ്ടിയിരുന്നത്. 3 പേർക്കും കൂടി പലപ്പോഴും $100 താഴെ മാത്രമാണ് പങ്കിട്ടെടുക്കാൻ അവശേഷിച്ചിരുന്നത്. എങ്കിലും ഓരോ മാസവും അവർ ബില്ലുകൾ അടച്ചു. വിശ്വാസം സംസാരത്തിലല്ല, മറിച്ച് ആവർത്തിച്ചുള്ള ബില്ലുകളിലാണ് പ്രതിഫലിക്കുന്നതെന്ന് അവർ വിശ്വസിച്ചു. കമ്പനിയിലെ ഒരേ ഒരു എഞ്ചിനീയറായ നഥാൻ രാവും പകലും ജോലി ചെയ്തു. ലിസ്റ്റിംഗ് പേജുകളുടെ പുതിയ പതിപ്പുകൾ നിർമ്മിച്ചു. വെബ്സൈറ്റ് ട്രാഫിക് അല്പം കൂടിയാൽ പോലും കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ആദ്യകാല കോഡ് ബേസ് അദ്ദേഹം മാറ്റി സ്ഥാപിച്ചു. എയർബിഎൻബിക്ക് കസ്റ്റമർ സപ്പോർട്ട് ടീം ഇല്ലാതിരുന്നതിനാൽ ബ്രയാൻ തന്നെ ഉപയോക്താക്കളുടെ ഇമെയിലുകൾക്ക് മറുപടി നൽകി. 2008 ഡിസംബർ ആയപ്പോഴേക്കും അതിഥികൾക്ക് സുരക്ഷിതത്വം തോന്നി തുടങ്ങിയെന്ന് ഫീഡ്ബാക്കുകളിലൂടെ വെളിപ്പെട്ടു. സ്ഥാപകർ ഇപ്പോഴും സാമ്പത്തികമായി സുരക്ഷിതരായിരുന്നില്ല. എങ്കിലും പ്രധാനപ്പെട്ട ഒന്ന് മാറിക്കഴിഞ്ഞു. എയർബിഎൻബിക്ക് നന്നായി പ്രവർത്തിക്കാൻ കഴിയുമെന്ന് അവർ വിശ്വസിച്ചു. ഒരു ദിവസമെന്നല്ല, ഉടൻ. ആദ്യകാല സ്റ്റാർട്ടപ്പുകൾക്ക് സ്വന്തമായിട്ടുള്ള ഏറ്റവും മൂല്യവത്തായ കറൻസിയാണ് വിശ്വാസം. ഇതിനിടെ പല പ്രൈസിംഗ് മോഡലുകളും എയർബിഎൻബി പരീക്ഷിച്ചിരുന്നു. ആദ്യം ഫ്ലാറ്റ് ഫീ മോഡലാണ് സ്വീകരിച്ചത്. ഓരോ ബുക്കിങ്ങിനും ഹോസ്റ്റുകളിൽ നിന്ന് $4 ഫീസ് ഈടാക്കുന്ന രീതി. ഹോസ്റ്റുകൾ പ്രതിഷേധിച്ചതോടെ ഇത് പരാജയപ്പെട്ടു. അടുത്തതായി പെർസെന്റേജ് മോഡൽ പരീക്ഷിച്ചു. ഹോസ്റ്റിൽ നിന്നും അതിഥിയിൽ നിന്നും 5% വീതം സർവീസ് ഫീസ് വാങ്ങുക. 2 കൂട്ടർക്കും ആശയക്കുഴപ്പമുണ്ടാക്കിയതോടെ ഇതും ഉപേക്ഷിക്കേണ്ടി വന്നു. പിന്നെ ഡൈനാമിക് ഇവന്റ് പ്രൈസിംഗ് സ്വീകരിച്ചു. ഡിമാൻഡുള്ള സമയത്ത് അധിക വില, ഓഫ് സീസണിൽ കുറഞ്ഞ വില, അധിക വിലയുടെ ലാഭം കമ്പനിക്ക്. 2008 ആഗസ്റ്റിൽ ഡെമോക്രാറ്റിക് നാഷണൽ കൺവെൻഷന്റെ സമയത്ത് ഇത് പ്രവർത്തിച്ചു. എന്നാൽ സാധാരണ മാസങ്ങളിൽ വിജയിച്ചില്ല. 2008 ഒക്ടോബറോടെ ടീം താൽക്കാലികമായി ഒരു തീരുമാനമെടുത്തു. ഹോസ്റ്റുകൾക്ക് സ്വന്തമായി വാടക നിശ്ചയിക്കാം. എയർബിഎൻബി ചെറിയ സർവീസ് ഫീസ് അതിനു മുകളിൽ ചേർക്കും. പേയ്മെന്റ് പ്രോസസ്സിംഗ് ഫീസ് അധികമായി ഈടാക്കും. ഇത് പെട്ടെന്ന് നടപ്പിലാക്കാൻ കഴിയുന്നത്ര ലളിതമായിരുന്നു, സ്കെയിലബിളും. 2008 ജൂണിൽ നഥാൻ ആദ്യത്തെ അമ്യൂണിറ്റീസ് ചെക്ക് ലിസ്റ്റ് സൃഷ്ടിച്ചു. ഇത് ഹോസ്റ്റുകൾക്ക് തങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന സേവനങ്ങൾ എന്താണെന്ന് കൃത്യമായി നിർവചിക്കാൻ അവസരം നൽകി. കിടക്ക ഏത് തരമാണ്, വൈഫൈ ലഭ്യമാണോ, അടുക്കള ഉപയോഗിക്കാൻ അനുമതിയുണ്ടോ, ബാത്റൂമിന്റെ വലിപ്പം എന്താണ്, ഹൗസ് റൂളുകൾ എന്തെല്ലാമാണ്, അടുത്തുള്ള ഗതാഗത സൗകര്യങ്ങൾ എന്തെല്ലാം, ഇതെല്ലാം ലിസ്റ്റിംഗുകളിൽ ചേർത്തു. തുടക്കത്തിൽ ഒരു ഹോസ്റ്റിന് ഒരു ലിസ്റ്റിംഗ് മാത്രമേ പ്ലാറ്റ്ഫോം അനുവദിച്ചിരുന്നുള്ളൂ. ഇത് അപര്യാപ്തമായി തോന്നി. 2008 ജൂലൈ അവസാനം 2 റൂമുകൾ ലിസ്റ്റ് ചെയ്യാൻ എയർബിഎൻബി അനുവദിച്ചു. ഒന്നിലധികം എയർബെഡുകൾ ലിസ്റ്റ് ചെയ്യാൻ, ഷെയർഡ് സ്പേസുകൾ പ്രത്യേകം ലിസ്റ്റ് ചെയ്യാൻ നഥാൻ മൾട്ടി ലിസ്റ്റിംഗ് സപ്പോർട്ട് അവതരിപ്പിച്ചു. 2008 മധ്യത്തിൽ ഫ്രീയായി നൽകുന്നതിന് പകരം പണം നൽകി വാങ്ങാവുന്ന ഒരു ആഡ് ഓൺ എന്ന നിലയിൽ എയർബിഎൻബി ബ്രേക്ക്ഫാസ്റ്റ് പരീക്ഷിക്കാൻ തുടങ്ങി. അവർ 3 പ്രൈസിംഗ് ഓപ്ഷനുകൾ സൃഷ്ടിച്ചു. സാധാരണ പ്രഭാത ഭക്ഷണത്തിന് $9, പ്രീമിയത്തിന് $15. മൂന്നാമതായി ഡൈനാമിക് പ്രൈസിംഗ് ഉള്ള ഹോസ്റ്റ് തയ്യാറാക്കിയ ഭക്ഷണം എന്നിവ. സാൻ ഫ്രാൻസിസ്കോ, ഓക്ലൻഡ്, ബെർക്ക്ലി എന്നിവിടങ്ങളിലെ 14 ഹോസ്റ്റുകളിൽ ഇവർ ഇത് പരീക്ഷിച്ചു. ഫലം പരാജയമായിരുന്നു. മിക്ക ഹോസ്റ്റുകളും പാചകം ചെയ്യാൻ ആഗ്രഹിച്ചില്ല. അതിഥികൾക്ക് അത് ബുദ്ധിമുട്ടായി തോന്നി. ഭക്ഷ്യസുരക്ഷാ നിയമങ്ങൾ നിയമപരമായ അപകട സാധ്യതയുണ്ടാക്കി. ബ്രേക്ക്ഫാസ്റ്റിന്റെ ലോജിസ്റ്റിക്സ് ലാഭത്തേക്കാൾ കൂടുതൽ പരാതികൾ സൃഷ്ടിച്ചു. 2008 എയർബിഎൻബി മരിക്കാൻ വിസമ്മതിച്ച വർഷമായിരുന്നെങ്കിൽ 2009 എയർബിഎൻബി എങ്ങനെ ജീവിക്കണമെന്ന് പഠിച്ച വർഷമായിരുന്നു. അപ്പോഴും അത് $1 ബില്യൺ മൂല്യനിർണ്ണയത്തിന്റെയോ സിലിക്കൺ വാലി ഓഫീസുകളുടെയോ കാലമായിരുന്നില്ല. 2009 ജനുവരി 5-ന്
കാലിഫോർണിയയിലെ മൗണ്ടൻ വ്യൂവിൽ നടന്ന വൈ കോമ്പിനേറ്റർ വിന്റർ ബാച്ചിൽ പങ്കെടുക്കാൻ എയർബിഎൻബിക്ക് ക്ഷണം ലഭിച്ചു. ഒരാശയവുമായി വന്ന 3 യുവാക്കൾ എന്ന നിലയിൽ നിന്ന് അവർക്ക് ഘടനയും ഉപദേശകരും ഡെഡ്ലൈനുകളുമുള്ള ഒരു സ്റ്റാർട്ടപ്പായി മാറാൻ കഴിഞ്ഞ നിമിഷമായിരുന്നു അത്. YC സഹസ്ഥാപകൻ പോൾ ഗ്രഹാം, സഹസ്ഥാപകയും ഉപദേഷ്ടാവുമായ ജെസിക്ക ലിവിങ്സ്റ്റൺ, ഏർലി പ്രോട്ടോടൈപ്പ് അനലൈസർ ഹെർജ് ടൈഗർ, പിന്നീട് വൈ കോമ്പിനേറ്റർ CEO ആയ മൈക്കൽ സീബൽ തുടങ്ങിയ അധികായന്മാരുടെ മുന്നിലേക്ക് ആദ്യമായി എയർബിഎൻബിയുടെ 3-അംഗ സംഘം ആനയിക്കപ്പെട്ടു. തൽക്കാലം പിടിച്ചു നിൽക്കാൻ $25,000 അവർക്ക് ആദ്യത്തെ യഥാർത്ഥ നിർദ്ദേശവും നൽകി പോൾ ഗ്രഹാം പറഞ്ഞു. നിങ്ങളുടെ ഉപയോക്താക്കളുടെ അടുത്തേക്ക് പോവുക, അവരുമായി സംസാരിക്കുക, അവരെ ആഴത്തിൽ മനസ്സിലാക്കുക. 2009 ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ എയർബിഎൻബിയിലെ ആദ്യകാല ഹോസ്റ്റുകളിൽ ഭൂരിഭാഗവും ന്യൂയോർക്ക് സിറ്റിയിലായിരുന്നതിനാൽ സ്ഥാപകർ അവിടേക്ക് വിമാനം കയറി. തങ്ങളുടെ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരുന്ന മുറികളിൽ ഉപയോക്താക്കളെപ്പോലെ താമസിച്ചു. അവർ ഓരോ ഹോസ്റ്റിനെയും നേരിട്ട് സന്ദർശിച്ചു. തിരിച്ചുവന്ന് പരിഷ്കാരങ്ങൾ തുടർന്നു. YC നൽകിയ തുകയിൽ ഏതാണ്ട് മുഴുവനായും ആദ്യകാലത്തെ കടം വീട്ടാനാണ് ഉപയോഗിച്ചത്. പണം തീർന്നതോടെ എയർബിഎൻബി വീണ്ടും തകർച്ചയുടെ വക്കിലായി. 2009 ഫെബ്രുവരി ആദ്യം അവരുടെ ഒരാഴ്ചയിലെ വരുമാനം $200 ആയിരുന്നു. എല്ലാ ചെലവുകൾക്ക് ശേഷവും സ്ഥാപകർ ഇപ്പോഴും ദിവസവും വില കുറഞ്ഞ റാമൻ നൂഡിൽസ് കഴിച്ചു, ഒരേ ലാപ്ടോപ്പ് ചാർജർ പങ്കിട്ടു, വർദ്ധിച്ചു വരുന്ന ക്രെഡിറ്റ് കാർഡ് കടവുമായി ജീവിച്ചു. ആ മാസം രാത്രി കടുത്ത സമ്മർദ്ദത്തിലായിരുന്നപ്പോൾ നഥാൻ ബ്രയാനോട് പറഞ്ഞു, എയർബിഎൻബി അടച്ചുപൂട്ടാൻ നമ്മളുടെ ഒരു ചെറിയ തെറ്റ് കൂടി മതിയാകും. 2009 മാർച്ച് 23 YCയുടെ മുമ്പിൽ തെറ്റുകൾ തിരുത്തിയ ശേഷമുള്ള തങ്ങളുടെ റിവൈസ്ഡ് പ്രൊജക്ട് അവതരിപ്പിക്കാൻ എയർബിഎൻബി വീണ്ടും എത്തി. YCയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 100-ലധികം നിക്ഷേപകർക്ക് മുന്നിൽ എയർബിഎൻബി നിന്നു. അവരുടെ പ്രസംഗം ലളിതമായിരുന്നു. ലോകം കാലിയായ വീടുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മനുഷ്യർ കുറഞ്ഞ ചിലവിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എയർബിഎൻബി ഈ രണ്ടിനെയും ബന്ധിപ്പിക്കുന്നു. അങ്ങനെ എയർബിഎൻബിക്ക് നിർണായകമായ ഒരു നിക്ഷേപകനെ ലഭിച്ചു, സെക്വയ ക്യാപിറ്റൽ. സെക്വയയിലെ അനലിസ്റ്റും പങ്കാളിയുമായ ആൽഫ്രഡ് ലിൻ മറ്റുള്ളവർ കാണാത്ത ഒന്ന് കണ്ടു: സ്ഥാപകരുടെ സ്ഥൈര്യം. 2009 ഏപ്രിൽ മാസത്തിൽ സെക്വയ എയർബിഎൻബിയിൽ $5,85,000 നിക്ഷേപിച്ചു. സ്ഥാപകർ കമ്പനിയിലെ ആദ്യ ശമ്പളം വാങ്ങി. സ്ഥാപിക്കപ്പെട്ട 2 വർഷത്തിനു ശേഷം അവരുടെ ആദ്യത്തെ സ്റ്റാഫിനെ നിയമിക്കാൻ കഴിഞ്ഞു. അവർ ഒരുമിച്ച് താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു യഥാർത്ഥ ഓഫീസിലേക്ക് മാറി. 2009 ജൂലൈ മാസത്തോടെ എയർബിഎൻബിക്ക് യൂറോപ്പിൽ നിന്നുള്ള ആദ്യത്തെ ഉപയോക്താക്കളെ ലഭിച്ചു. ബെർലിനിലെ ഒരു ഹോസ്റ്റ്, ലണ്ടനിലെ ഒരു അതിഥി, ബാഴ്സലോണയിലെ ഒരു ലിസ്റ്റിംഗ്. സ്ഥാപകർ യൂറോപ്പിൽ പരസ്യം ചെയ്തിരുന്നില്ല. അവർ ഔട്ട്റീച്ച് നടത്തിയിരുന്നില്ല. മാർക്കറ്റിംഗിനായി $1 പോലും ചെലവഴിച്ചിരുന്നില്ല. എന്നിട്ടും ഉപയോക്താക്കൾ അവരെ സ്വയം കണ്ടെത്തി. എയർബിഎൻബി യൂറോ കേന്ദ്രീകരിച്ചുള്ള യൂസർ ഇന്റർഫേസ് അപ്ഡേറ്റുകൾ പുറത്തിറക്കി. 2009 ആഗസ്റ്റ് അവസാനത്തോടെ 20-ലധികം രാജ്യങ്ങളിൽ എയർബിഎൻബിക്ക് ലിസ്റ്റിംഗുകൾ ഉണ്ടായിരുന്നു. പ്രതിവാര ബുക്കിംഗ് ആദ്യമായി 1000 കടന്നു. 2009 ഒക്ടോബറിൽ എയർബിഎൻബിയെക്കുറിച്ചുള്ള ആദ്യത്തെ പ്രധാന ലേഖനം ടെക്ക്രഞ്ച് പ്രസിദ്ധീകരിച്ചു, എയർബിഎൻബി ദ ഇബേ ഓഫ് സ്പേസസ്. ഈ ലേഖനം കമ്പനിക്ക് ആയിരക്കണക്കിന് പുതിയ ഉപയോക്താക്കളെയും ഡസൻ കണക്കിന് ഹോസ്റ്റുകളെയും നൽകി. 2009 ഡിസംബറിൽ 10,000-ലധികം രജിസ്റ്റർ ചെയ്ത ഉപയോക്താക്കൾ, 2,500-ലധികം ലൈവ് ലിസ്റ്റിംഗുകൾ, ഓരോ മണിക്കൂറിലും ഒരു പുതിയ ബുക്കിംഗ്, 25 രാജ്യങ്ങളിൽ സാന്നിധ്യം എന്നിവയുണ്ടായിരുന്നു. എയർബിഎൻബി 2009 നവംബറിൽ $1,00,000 വരുമാനം നേടി. തുടർന്ന് എന്താണ് സംഭവിച്ചതെന്ന് ലോകത്തിനറിയാം. എയർബിഎൻബി വളർന്ന് എവിടേക്കെത്തിയെന്നും ഇനി അവർ എവിടേക്ക് പോകുന്നുവെന്നും അറിയാം. അവരുടെ കമ്മ്യൂണിറ്റി ലക്ഷക്കണക്കിന് പേര് ഉൾക്കൊള്ളുന്നു. തൊഴിൽ നഷ്ടപ്പെട്ടവർക്കും വരുമാനം നിലച്ചവർക്കും മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട വൃദ്ധർക്കും അത് ജീവിതമാർഗം നൽകുന്നു. ഉപേക്ഷിക്കാൻ തയ്യാറല്ലെങ്കിൽ ഏറ്റവും ചെറിയ ആശയം പോലും ലോകത്തെ മാറ്റിമറിക്കും. വിജയം കംഫർട്ട് സോണിൽ നിന്നല്ല വരുന്നത്. എല്ലാവരും നിർത്തുന്നിടത്ത് ഒരു റിസ്ക് കൂടി എടുക്കാനുള്ള ധൈര്യത്തിൽ നിന്നാണ്.